പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഞാൻ ഇത്തിരി ആമുഖമായി എന്താണ് പറഞ്ഞതെന്നറിയാവോ? ഈശോയുടെ അമ്മയുടെ മുമ്പിൽ നിന്ന് നടക്കു നിന്നുകൊണ്ട് ഈ ദിവസങ്ങളിൽ ചില സാക്ഷ്യങ്ങൾ യൂട്യൂബിലൂടെ നമ്മൾ കേട്ടതാണ്. കൃപാസനത്തിലെ എല്ലാ ദിവസവും തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് സംസാരിച്ച് പ്രാർത്ഥനാ സഹായം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അപേക്ഷിക്കാൻ വേണ്ടി നമ്മൾ എല്ലാ ദിവസവും ഗൂഗിൾ റോസറി മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പം അതിൽ ആൾക്കാർ സാക്ഷ്യം പറയുന്നുണ്ട്. അതൊരു സാക്ഷ്യം ഒരു വിചിത്ര രോഗത്തിൻ്റെ സാക്ഷ്യമാണ്. അർട്ടിക്കേരിയ പിഗ്മെൻറ്റോസ എന്ന് പറയും. എന്നുവെച്ചാൽ ശരീരം മൊത്തം ഇങ്ങനെ കറുത്ത പിഗ്മെൻറ്റ്സുകൾ വരും. ഈ ചുട്ട് പൊള്ളിക്കിടക്കണ പോലെയുള്ള കുരുക്കൾ ശരീരം. അപ്പം അതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, അത് വളരെ ഒരു 1,00,000 ഒരാൾക്കൊക്കെ വരുന്ന രോഗമാണത്. അതൊക്കെ വന്ന് പ്രത്യേകിച്ച് മരുന്നൊന്നും ഇല്ല. അപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ആ രോഗം സുഖപ്പെട്ട്. ഇതുപോലൊരു അപൂർവ രോഗമാണ്. വേറൊരു രോഗം ഈ ദിവസങ്ങളിൽ ഇതുപോലെ കൃപാസനം റോസറി ഗൂഗിൾ മീറ്റിലെ ഇതുപോലൊരു രോഗം സൗഖ്യപ്പെട്ട അതെല്ലാം യൂട്യൂബിലുണ്ട്, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അതെന്ന് പറയുന്നത് ഒരു കുഞ്ഞു കിടപ്പാണ്. അത് എഴുന്നേറ്റ് പൊങ്ങത്തില്ല. ആ എഴുന്നേറ്റ് പൊങ്ങാത്ത കുഞ്ഞ് ഒരു സിൻഡ്രോമാണ്. അതായത് അനങ്ങാതെ ഇങ്ങനെ കിടന്നു പോകും. ഞാൻ 17 കൊല്ലമൊക്കെ അങ്ങനെ കിടന്നിട്ടുള്ള കുഞ്ഞുങ്ങൾ ആലപ്പുഴ ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. 17 കൊല്ലമായിട്ട് ഇരട്ട കുഞ്ഞുങ്ങളെ കിടന്ന് വളരണ. അപ്പം അത്തരം ഒരു കുഞ്ഞാണ് ഈ ദിവസങ്ങളിൽ സാക്ഷ്യം അപ്പം പറഞ്ഞിരിക്കുന്നത്. ആ കുഞ്ഞ് ഉടമ്പടി എടുത്ത ഉടനെ അപ്പൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ കൊച്ച് എഴുന്നേറ്റ് ഇപ്പോഴത് മുറി മുഴുവനും ഓടി നടക്കുക. അത് ഈ സെപ്റ്റംബർ മാസത്തിലുണ്ടായിരുന്നൊരു സാക്ഷ്യമാണ്. അപ്പോൾ ഇതൊക്കെ അത് 100-ൽ ഒരാൾക്കുണ്ടാകുന്ന രോഗമാണ്. 100-ൽ ഒരാൾക്ക് അങ്ങനെയൊക്കെ. അപ്പോൾ അതായത് അത്രയും അപൂർവ രോഗമാണെന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ ഈ രോഗമൊക്കെ കാണുമ്പോൾ നമുക്ക് 1000-ൽ ഒരാൾക്കുണ്ടാകുന്ന രോഗം, 100-ൽ ഒരാൾക്കുണ്ടാകുന്ന രോഗം, മരുന്നില്ലാത്ത രോഗം എന്നൊക്കെ ഓർക്കുമ്പോൾ നമ്മളോർക്കും ജീവിതകാലം മുഴുവൻ നമ്മളിത് അനുഭവിക്കേണ്ടി വരുമായിരിക്കും എന്ന് ഓർത്തിട്ട് നമ്മൾ പിന്നെ പ്രാർത്ഥിക്കില്ല. നമുക്ക് പ്രാർത്ഥിക്കത്തില്ല. കാര്യം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഇത് 1,00,000 ഒരാൾക്ക് വന്ന രോഗമാണ്, ഇതിന് മരുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഡോക്ടർ തന്നെ പറഞ്ഞ് വാതിലടച്ച് കളഞ്ഞിരിക്കണ കാരണം നമ്മൾ പിന്നെ ആ വിഷയത്തിൽ പ്രാർത്ഥിക്കത്തില്ല. ബൈബിളിലൊക്കെ ഇതുപോലെയുള്ള ഓരോ സംഭവങ്ങളുണ്ട്. ജനങ്ങൾ ഇതുപോലെ പലരും പറഞ്ഞ് ഇതിന് സുഖപ്പെടത്തില്ല എന്ന് പലരും പറഞ്ഞ് പല പരിശ്രമങ്ങളും ചെയ്ത് പരാജയപ്പെട്ടിട്ട് ഈശോൻ്റെ അടുത്ത് വരുന്ന ഒരു കുഷ്ഠരോഗിയുണ്ട്. അദ്ദേഹത്തിൻ്റെ വർത്തമാനം നല്ല രസമാണ്. കാര്യം അദ്ദേഹം പറയണത്, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ, കാര്യം ഞാൻ പല സ്ഥലങ്ങളിലും ജീവിതകാലം മുഴുവനും ഈ കുഷ്ഠവും ചുവന്നുകൊണ്ടും അടക്കിയിരുന്നു. വൈദ്യശാസ്ത്രത്തിലും മാർഗമില്ല, മനുഷ്യവൈദ്യങ്ങളിലും മാർഗമില്ല, ഒന്നുമില്ല. പക്ഷെ ഈശ്വരെ കണ്ടപ്പോൾ പെട്ടെന്ന് ഈ മനുഷ്യന് പ്രത്യാശ വരും. എന്നിട്ട് മർക്കോസിൻ്റെ സുവിശേഷം 1:40 അദ്ദേഹം പറയണത്, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ കഴിയും.
അപ്പം അത് അദ്ദേഹം പറയുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥ ഉണ്ട്. അപ്പോൾ ഉടനെ ഈശോ ഉടനെ എടുത്ത് വായിക്കാൻ പറയും, എനിക്ക് മനസ്സുണ്ട് എന്ന് പറയും. എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യം പ്രാപിക്കുക. അത് ഒരു വലിയ ഇൻറ്റിമസിയോടൊരു അതേ മനുഷ്യ ഭയങ്കര കർത്താവിനെ നമ്മൾ കാണുമ്പോഴേ നമുക്ക് ഉള്ളിലെ കാര്യം കാണണമെന്നുള്ള ചിന്തയല്ല വേണ്ടത്. അഭവമായ ദൈവ തേജസ്സിൽ നമുക്കൊരു ആത്മബന്ധം ഉണ്ടാകണം. അതാണ് അയാൾ പറയണത്. അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി, എൻ്റെ ജീവിതത്തിൻ്റെ ഈ പ്രാരാബ്ധത്തിനൊരു സമാധാനം ഉണ്ടാകുമെന്ന്. അങ്ങ് മനസ്സ് വെച്ചാൽ ഞാൻ രക്ഷപ്പെടും. ഭയങ്കര ഹൃദ്യമായിട്ടാണ് ആ മനുഷ്യൻ സംസാരിക്കുന്നത്. അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ. ആ വർത്തമാനം കേട്ടപ്പോഴേ എന്താണ് ഈശോയ്ക്ക് ഫീൽ ചെയ്തത്? കരുണ എന്നാ പറയണത്. ഈശോയ്ക്ക് കരുണ തോന്നി. അവനെ സ്പർശിച്ചു കൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യം പ്രാപിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിൽ ഇതുപോലെ വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയില്ലേ? എല്ലാം ട്രൈ ചെയ്ത് പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ അപ്പം നമുക്ക് ദൈവത്തോട് പറയാൻ പറ്റുന്ന വാക്കാണ്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇതൊന്നും ഒരു കാര്യമില്ല, അങ്ങക്കെന്നെ സുഖപ്പെടുത്താൻ കഴിയും. ഇപ്പോൾ വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ അനുഭവിക്കുന്നവരും ഇതുപോലെ വൈദ്യശാസ്ത്രം തള്ളിയവരുമൊക്കെ ഇപ്പോൾ രോഗസ്ഥലങ്ങളിലും വേദന ഇടങ്ങളിൽ നിങ്ങൾ കൈവച്ചുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ അമ്മ ഇപ്പോഴും നമുക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈശോ എല്ലാവരും കണ്ടും കേട്ടും തൊട്ടും കരുണ കാണിക്കുന്ന സമയമാണ്. എൻ്റെ മക്കൾ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ, മനസ്സ് തകർന്നവര്, മരുന്നില്ലാത്ത രോഗങ്ങള് അങ്ങയുടെ കരുണയ്ക്കായി അങ്ങയുടെ മധ്യസ്ഥത്തില് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, മരുന്നില്ലാത്ത രോഗങ്ങള്, കർത്താവേ, ചികിത്സിച്ച് മടുത്ത രോഗങ്ങള് അമ്മയുടെ മധ്യസ്ഥത്തില് അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, കുഷ്ഠരോഗിയോട് കരുണ തോന്നിയതുപോലെ കുടുംബത്തോടും രോഗികളായ ഓരോ മക്കളോടും കർത്താവേ ഇപ്പോഴേ അങ്ങയുടെ തിരുമുറിവാർന്ന അണിപ്പെടുതാർന്ന അത്ഭുതകരത്താൽ സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് രോഗം ഈശോ നാമത്തില് സൗഖ്യപ്പെടട്ടെ. ദൈവമേ, കനിവു തോന്നണമേ, പാപിയാണെങ്കിലും അലിവു തോന്നണമേ. കരുണയുള്ള ദൈവമേ, കനിവു തോന്നണമേ, പാപിയാണെങ്കിലും അലിവു തോന്നണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ഇതുപോലെ ഒരു മുഹൂർത്തമാണ് താബോർ മലയുടെ താഴെ അടിവാരത്ത് നടക്കുന്നത്. അവിടെ ഒരു മനുഷ്യൻ ഇതുപോലെ ഈശോനോട് പറയും, അങ്ങക്ക് എന്തെങ്കിലും കഴിയുമെങ്കിൽ എന്നെ സഹായിക്കണം. രണ്ടുപേരെ ഡയലോഗാണ്, അല്ലേ? ഹൃദ്യമാണ് കേൾക്കാൻ. കാര്യം ഇതെൻ്റെ മകനാണ്. ഒരു മകനെ കൊണ്ടുവന്നിട്ട് പറയും, ഇതെൻ്റെ മകനാണ്, ഇവന് അപസ്മാരമാണ്, ഒരു ദുരാത്മാവ് ബാധിച്ചിട്ട് ഇവനെ വെള്ളത്തിലും തീയിലുമൊക്കെ തള്ളിയിടും.
ഇവൻ ജനിച്ച കാലം മുതൽ ഞാൻ ഇവരെയും ചുമന്നുകൊണ്ട് ഈ അവസ്ഥയിൽ ജീവിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ ഈശോനോട് പറയും. ഞാൻ നിൻ്റെ ശിഷ്യന്മാരെടുത്ത് അവനെ കൊണ്ടുവന്നു, അവർക്ക് ഒന്നും കഴിഞ്ഞില്ല. എന്നിട്ട് പിന്നീട് ഈ മനുഷ്യൻ പറയും, ഈശോ അങ്ങേക്ക് കഴിയുമെങ്കിൽ ഇവനെ ശുദ്ധനാക്കാൻ കഴിയും. അപ്പോഴേ അതാണ് ഈ മർക്കോസിൻ്റെ സുവിശേഷമില്ലേ, 9, 23, 24 വചനങ്ങളിലൊക്കെ അതിമനോഹരമായ ഇതാണ്. അങ്ങേക്ക് കഴിയുമെങ്കിൽ ഇവനെ സുഖപ്പെടുത്താൻ കഴിയും എന്ന് പറയാം. അപ്പോൾ ഈശോ ചോദിക്കും, എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കും. കഴിയുമെങ്കിലെന്നോ എന്തിനാ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറയണ്ട എന്ന് പറയും. അതാണ് അർത്ഥം. എന്തിനാ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പ്രാർത്ഥിക്കണ്ട എന്ന് പറയും. ആ രീതിയിൽ പ്രാർത്ഥിക്കണ്ട എന്ന് പറയും. ഈശോ പ്രാർത്ഥനയെ, കാരണം ഈശോ വലിയൊരു പ്രാർത്ഥന കഴിഞ്ഞ് വരികയാണ്, മലയിറങ്ങി വരികയുണ്ട്. അവൻ്റെ മുഖം സൂര്യനെപ്പോലെ തിളങ്ങിയ മഹാസംഭവങ്ങൾക്ക് ശേഷം അവൻ ഇറങ്ങി വരുമ്പോൾ ആണ് ഈ മനുഷ്യൻ പറയണത്, ഞാൻ മടുത്ത് കർത്താവേ ജീവിതം, അങ്ങേക്ക് കഴിയുമെങ്കിൽ ഇവനെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന് പറയും. അപ്പോൾ ഈശോ പറയും, കഴിയുമെങ്കിലോ അങ്ങനെ പ്രാർത്ഥിക്കേണ്ട എന്ന് പറയും. എന്നിട്ട് പറയും, വിശ്വസിക്കണവന് എല്ലാം കഴിയും. നേരിട്ട് പറഞ്ഞേ, വിശ്വസിക്കുന്നവന് എല്ലാം കഴിയും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ ശിവനോട് പ്രത്യക്ഷപ്പെട്ട് ഈ പുണ്യഭൂമി വന്ന് നിൽക്കുവാൻ അനേകമായിരം മക്കൾ വന്ന് നിൽക്കുന്ന കണ്ടിട്ട് ഞാൻ കൊതിയോട് ആഗ്രഹിച്ചിട്ടുണ്ട്. മാതാവേ, ഒരിക്കലെങ്കിലും എനിക്കിവിടെ വന്ന് നിന്ന് ഈ മക്കളോടൊപ്പം ഒരു സാക്ഷിയായി എന്നെ ഉയർത്തണമെന്ന്. താമരശ്ശേരി രൂപത കൂടത്തായി എന്ന ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2023 ഓഗസ്റ്റ് 31 ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം, എനിക്ക് ഒരുപാട് രോഗങ്ങളുണ്ടായിരുന്നു. ഷുഗർ, തൈറോയ്ഡ്, കൊളസ്ട്രോള്, പ്രഷർ, ഇങ്ങനെയൊക്കെ ഒരുപാട് രോഗത്താൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുകയായിരുന്നു. ആ സാഹചര്യത്തിലാണ് എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളുടെ കുട്ടി എനിക്ക് ഉടമ്പടി പുസ്തകവും ഉടമ്പടി തിരിയും കൊണ്ടുതന്ന് ഞാൻ 3 മാസക്കാലത്തോളം അത് വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. ഉടമ്പടി എടുക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ വയനാട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവിടുന്ന് സ്ഥലം വിറ്റാണ് ഞങ്ങൾ കൂടത്തായിക്ക് വന്ന്. ഞങ്ങളൊരു വീട്ടിൽ പണിയെടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നു, കുന്നമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഞങ്ങൾക്ക് വീടില്ലായിരുന്നു, ഞങ്ങൾക്ക് മക്കളുമില്ല, ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് സാമ്പത്തികമായി ഒന്നും തന്നെയില്ല. എനിക്ക് ഒരുപാട് രോഗങ്ങളും. അങ്ങനെയായി ഞങ്ങൾ ഒരു വീട് കിട്ടണമെന്നാണ് അമ്മയോട് പ്രാർത്ഥിച്ചത്. ആദ്യമായിട്ട് വാടകയ്ക്കായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. അന്നേരം ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വെച്ചിരുന്നത്. അതിനുശേഷം ഞങ്ങൾ ഈ 3 മാസം ഒരു ചെറിയൊരു വീടിൻ്റെ പ്ലാൻ വരച്ച് ഈ തിരി കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് കൃത്യം 3 മാസം തികയുന്ന പുതുക്കാൻ ഞാനിവിടെ വന്ന ദിവസം തന്നെ എൻ്റെ വീടിന് തറക്കല്ലിടുവാൻ അമ്മ മാതാവ് എനിക്ക് കൃപ തന്ന് അനുഗ്രഹിച്ചു. അതിനുശേഷം 2ാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നതിന് ശേഷം ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് വിഷമമായിരുന്നു. ഒരുപാട് നല്ലവരായ കൂടത്തായിലെ ഇടവകയിലെ ഒരുപാട് നല്ല മനുഷ്യർ ഇങ്ങോട്ട് വന്ന് ഞങ്ങളെ സഹായിച്ച് ഞങ്ങൾക്കൊരു കുഞ്ഞു ഭവനമുണ്ടാക്കാനുള്ള സാമ്പത്തിക സഹായം തന്നു. ഞങ്ങളുടെ കയ്യിൽ ചെറിയ പൈസ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെ ബാക്കി പൈസ തന്ന് സഹായിച്ചു. ഒരു കുഞ്ഞു ഭവനമുണ്ടാക്കി. ഞങ്ങൾ 2ാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് എന്നും കൂലിപ്പണി എടുക്കുന്ന ആളാണ്. ഞങ്ങൾ വയനാട്ടിൽ ഇവിടെ താഴെ രാജ്യത്ത് വന്ന് പണിയെടുക്കാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര ചൂടിൻ്റെ പ്രശ്നമുണ്ടായി. എൻ്റെ ഭർത്താവ് ഒരു ദിവസം ഇങ്ങനെ മൂക്കിൽ കൂടെ ഭയങ്കരമായ ബ്ലഡ് വരുന്ന കണ്ടു.
ഞങ്ങൾക്ക് വേറെ ആരും സഹായത്തിനില്ല, തൊട്ടയൽവാസികളില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രം, സാമ്പത്തികമായി ഒന്നുമില്ല. ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനോട്, മാതാവേ എനിക്ക് ബ്ലഡ് കാണുന്ന ഭയങ്കര പേടിയുള്ള ആളാണ്, എൻ്റെ മാതാവേ ഇതെന്താണ്? എനിക്ക് എന്തൊക്കെ രോഗങ്ങളുണ്ടായിരുന്നല്ലോ, എൻ്റെ ഭർത്താവിന് രോഗങ്ങളില്ലായിരുന്നു. പെട്ടെന്ന് ഇത് കണ്ടപ്പം ഞാൻ വല്ലാണ്ട് ഭയപ്പെട്ടു. അങ്ങനെ 5 മാസം 6 മാസക്കാലത്തോളം എൻ്റെ ഭർത്താവിൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നു. 2 പ്രാവശ്യം ഡോക്ടറെ കൊണ്ട് കാണിച്ചു, എൻഡോസ്കോപ്പി എടുക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തു പോയതിന് ശേഷം എൻ്റെ രോഗങ്ങൾ ഒരുപാട് കൂടുതലായി. എനിക്ക് ഭയങ്കര വലിവും ശ്വാസമുട്ടലുമായി. ഞാൻ 2-3 പ്രാവശ്യം ഹോസ്പിറ്റലിൽ കിടന്നു. എൻ്റെ അടുത്ത് വന്ന് നിൽക്കാൻ പോലും ആരുമില്ലാതെ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു. ആ സാഹചര്യത്തിലാണ് ഭർത്താവിന് രോഗം കാണുന്നത്. ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് നിലവിളിച്ച് കരഞ്ഞു, വാവിട്ട് നിലവിളിച്ചു. കാശുരത്തെ മുറുക്കി പിടിച്ച് ഭർത്താവിൻ്റെ മൂക്കിലെ രക്തം കണ്ട് ഞാൻ നിലവിളിച്ച് പറഞ്ഞു, അമ്മേ ആശുപത്രി കൊണ്ടുപോകാൻ എനിക്ക് ആരുമില്ല, സാമ്പത്തികമൊന്നുമില്ല, കൂടെ പോരാൻ ആരുമില്ല. ഞാൻ ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ ഭർത്താവിനെ കട്ടിലേക്ക് കിടത്തി 3 തുള്ളി ഉടമ്പടി തൈലം എൻ്റെ ഭർത്താവിൻ്റെ മൂക്കിൽ ഒഴിച്ചതിന് ശേഷം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഈ രോഗം പൂർണ്ണമായി സൗഖ്യപ്പെട്ട് അമ്മയുടെ തിരുനടയിൽ എൻ്റെ ഭർത്താവിനെ കൊണ്ടുവന്നേക്കാന്ന്. ഇന്ന് എൻ്റെ ഭർത്താവിന് 7 മാസമായി ആ രോഗം പരിപൂർണമായി സുഖപ്പെട്ട് ഞാനിന്ന് എൻ്റെ ഭർത്താവുമായിട്ട് വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ ഭർത്താവിൻ്റെ പേര് തോമസ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് അമ്മ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ അമ്മ തന്നു. ഞങ്ങൾ ഫസ്റ്റിലെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഞങ്ങൾ പോരുന്നതിൻ്റെ അന്ന് ബസ് ബുക്ക് ചെയ്ത് ഞങ്ങൾ പോരാൻ തുടങ്ങുന്ന ഒരു 4 മണിയോടുകൂടി ഞങ്ങൾ പണിയെടുക്കുന്ന വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് വരണമായിരുന്നു. അന്ന് ഞങ്ങൾ പോരാൻ നേരത്ത് കുറേ പണികൾ ചെയ്ത് തീർത്തിട്ട് പോരാന്ന ഇടയ്ക്ക് കോഴികളുണ്ട്, അവർക്ക് തീറ്റ കൊടുക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു മൂർക്കം പാമ്പ് എൻ്റെ ഭർത്താവിൻ്റെ നേരെ വന്ന് പത്തി വിടർത്തി നിന്ന് കൊത്താൻ പാകത്തിന് വന്നു. ഭർത്താവ് അടിച്ചു കൊല്ലാൻ തുടങ്ങിയപ്പം ഹിന്ദുക്കളുടെ വീടായിരുന്നു ഞങ്ങൾ നിന്നത്. ഞാൻ പറഞ്ഞു, വിട്ടേരെ, നമ്മൾ പോകുമല്ലേ, വിട്ടേരെന്ന്. ആ പാമ്പ് ഞങ്ങൾ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം 2ാമത്തെ പുതുക്കലിന് വരുന്നതിന് മുമ്പ് എൻ്റെ വലത്തെ കാല് പാമ്പിൻ്റെ തലയിൽ ചവിട്ടാൻ ഞാൻ അപ്രത്യക്ഷമായ ആ പാമ്പിനെ തന്നെ വീണ്ടും കാണാനിടയായി. കാലെടുത്ത് ഞാൻ വെക്കലും പാമ്പിൻ്റെ തലയിലായിരുന്നു, പക്ഷേ ചവിട്ടിയില്ല. ഞാൻ പുറകോട്ടോടി. എൻ്റെ ഭർത്താവ് ആ പാമ്പിനെ അടിച്ചു കൊന്നു. അതിനുശേഷം ഞങ്ങൾ ഈ കൂടത്തായി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് വീട് വെക്കുന്നത്. ഞങ്ങൾ മാത്രം താമസിക്കുന്ന സ്ഥലമാണ്. ഞാൻ പറയുന്ന ഈ കാര്യം കേൾക്കുന്ന നിങ്ങൾക്കിത് ചെറുതായിട്ട് തോന്നും, പക്ഷേ ഉറ്റവരിയുടെ വരിയെല്ലാം ഇട്ടേച്ച് ആരുമില്ലാതെ വന്ന് കിടക്കുന്ന ഞങ്ങൾക്ക് അയൽവാസികളെന്ന് പറഞ്ഞ് ആരുമില്ല. ഞങ്ങൾ താമസിക്കുന്നിടത്ത് റബ്ബറിലെ നിറയെ റബ്ബർ വെട്ടിപ്പോയ സ്ഥലമായതുകൊണ്ട് നിറയെ പയറുവള്ളി മാത്രമേ ഉള്ളൂ. അമ്മയുടെ ഉപ്പിട്ടാണ് ഞങ്ങളുടെ വീടിൻ്റെ പണി തുടങ്ങിയത്. ഞങ്ങളുടെ വീടിൻ്റെ 4 അതിരിലും അമ്മയുടെ ഉപ്പ് വെഞ്ചിരിച്ച് ഉപ്പിട്ടിട്ടാണ് പണി തുടങ്ങിയത്. ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉടമ്പടി തേനും ഒഴിച്ചാണ് ഫസ്റ്റിലെ തറക്കല്ലിട്ടപ്പോൾ ഞങ്ങൾ അമ്മയുടെ കാശുരം വെച്ചാണ് ഞങ്ങൾ വീടിൻ്റെ പണി തുടങ്ങിയത്. ഇന്ന് ഈ നിമിഷം വരെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ നിമിഷം വരെ ഒരു കുഞ്ഞി പാമ്പിനെ പോലും എൻ്റെ പരിശുദ്ധ അമ്മി തമ്പുരാനോട് മേടിച്ചു തന്ന് ഞങ്ങൾക്ക് കാണേണ്ട വന്നിട്ടില്ല. ഇന്ന് ഈ 1 വർഷക്കാലമായി ഞങ്ങൾ 2 എണ്ണം മാത്രമായിട്ട് ആ പയറ് വെള്ളി മാത്രമുള്ളിടത്ത് ഞങ്ങളുടെ കുഞ്ഞു വീടും ഞങ്ങൾ 2 എണ്ണവും മാത്രം താമസിക്കുന്നത്. അങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചതിന് ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ ഈ ആത്മീയ ജീവിതത്തിലേക്ക്, ഈ ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും, ഞാൻ മരുന്ന് മേടിക്കാൻ പോവുകയാണെങ്കിലും എൻ്റെ കയ്യിൽ 100 രൂപയുള്ളെങ്കിലും ഞാൻ ഭക്ഷണം കഴിക്കാതെ ഞാൻ ആ പൈസ ബസ്സിൽ ഓരോ ചീട്ടുമൊക്കെ കാണിച്ച് ഇങ്ങനെ ഓരോരുത്തർ പോയി ഇറങ്ങി വരുമ്പോൾ അവരുടെ പാത്രത്തിൽ ഒന്നുമില്ല എന്ന് കാണുമ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഞാൻ കൊടുത്തിട്ട് ഞാൻ വെറുതെ തിരിച്ച് വീട്ടിൽ പോകും. അങ്ങനെ എനിക്ക് പാപങ്ങളോട് ഭയങ്കര സ്നേഹം, ഭയങ്കര കരുണ. എവിടെ നിന്ന് കണ്ടാലും ഓടിച്ചെന്ന് എൻ്റെ കയ്യിലുള്ളത് എടുത്തു കൊടുക്കും. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു വ്യത്യസ്തത
വൃദ്ധസദനമുണ്ട്, 15 അമ്മമാർ. അവർക്ക് ഞങ്ങളെ കഴിയുന്നത് എൻ്റെ ചേട്ടൻ പണിയെടുത്ത് കിട്ടുന്നതിൻ്റെ, ഞങ്ങളുടെ വീടിന് കുറച്ച് കടബാധ്യതയും കൂടെ ബാക്കിയുണ്ട്. അങ്ങനെ സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നമുണ്ട്. എന്നാലും ഞാൻ പറയും, നമ്മളെക്കാട്ടി കഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കണമെന്ന് അതിൽ നിന്ന് ഒരു ഓഹരി ഞങ്ങൾ അവർക്ക് വേണ്ട സാധനങ്ങൾ മേടിച്ച് കൊണ്ടുകൊടുത്ത് സഹായിക്കാറുണ്ട്. അതാണ് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തി. പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ ചെയ്യാറുള്ളത്. ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം മേടിച്ച് ഞാൻ ഇന്ന് വരെ ഒരു ഇടവകയിലും കൊടുത്തിട്ടില്ല. ഞാൻ മറ്റുള്ള സ്ഥലങ്ങളിൽ ദൂരെ ബസ് കയറിപ്പോയി ഞാൻ അവിടെയുള്ള സ്റ്റാൻഡുകളിലുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് കൊടുക്കും, ബസ് സ്റ്റാൻഡിൽ കൊടുക്കും. അതിനുശേഷം വീടുകളിൽ പോയിട്ട് ഞാൻ മൈലുകളോളം നടന്ന് പോയിട്ട് ഞാൻ വിശുദ്ധ തൈലം തേച്ച് പ്രാർത്ഥിച്ച്, ഓരോ പത്രത്തിലും വിശുദ്ധ തൈലം തേച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ വീട്ടിൽ നിന്ന് പത്രം കൊണ്ട് പോകാറുള്ളത്. അമ്മയോട് ഞാൻ പറയാറുണ്ട്, അമ്മേ ഈ പത്രം അർഹതപ്പെട്ട കൈകളിൽ എത്തിക്കാൻ എൻ്റെ കൂടെ വരണമേ, ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ ഭർത്താവ് പണിക്ക് പോകുക, ഞാൻ മാത്രമേ ഉള്ളൂ. അറിയാത്ത സ്ഥലം, എനിക്ക് പരിചയമില്ല. ഈ നാട്ടിൽ ഞാൻ താമസിക്കുന്ന നാട്ടിൽ ആരുമായിട്ട് പരിചയമില്ല. ഞാനിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. അമ്മ എൻ്റെ കൂടെ വരണേ അമ്മേ, ഇതാരുടെ കൈകളിൽ എത്തിക്കാൻ എനിക്ക് സഹായിക്കണേ. അമ്മ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ പോകുന്ന അന്ന് തന്നെ 3 കെട്ട് പത്രവും ഞാൻ തീർക്കാറുണ്ട്. തീർച്ച സന്തോഷത്തോടെ തിരിച്ചു വരാറുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ലിജി റാൽഫി. ഞാൻ ഒല്ലൂര് സെൻറ്റ് ആൻ്റണീസ് ഫെറോന ചർച്ച്, പ്രസിദ്ധമായ വിശുദ്ധ റപ്പാൽ മാലാഖയുടെ മാധ്യസ്ഥമുള്ള സെൻറ്റ് ആൻ്റണീസ് ഫെറോന ചർച്ചിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 27 നവംബർ 2021 ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ 2021 ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ആ സമയത്ത് എനിക്ക് വളരെയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും പരിശുദ്ധ അമ്മ കൃപാസന മാതാവ് വഴി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാനിവിടെ ആയിരിക്കുന്നത് എൻ്റെ മകൻ്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു സാക്ഷ്യം അവൻ പറയുന്നതായിരിക്കും. എൻ്റെ പേര് ഫ്രാൻസിസ് എന്നാണ്. ഞാൻ കഴിഞ്ഞ വർഷം 2024 13 ജാനുവരിയാണ് ഉടമ്പടി എടുത്തത്. ഞാൻ 10 പഠിക്കുമ്പോൾ എനിക്ക് കെമിസ്ട്രിയിൽ വല്ല മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഒരു 100-ലുള്ള ഒരു എക്സാമിന് എനിക്ക് മാക്സിമം 54-55 മാർക്കേ കിട്ടുമായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് പ്രീ മോഡലിന് 55-54 മാർക്ക് കിട്ടുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് കെമിസ്ട്രി മിസ് വിളിക്കുമായിരുന്നു, ഫ്രാൻസിസിന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച്. അങ്ങനെ ഇരിക്കവേ എക്സാമിനേഷൻ ഹോൾ ടിക്കറ്റ് എനിക്ക് അച്ഛനെ വന്ന് കാണിക്കാനും അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടാനും സാധിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ബോർഡ് എക്സാം എഴുതാൻ പോയി. എനിക്ക് കെമിസ്ട്രിയിൽ 100-ൽ 90 മാർക്ക് വാങ്ങാൻ സാധിച്ചു ബോർഡ് എക്സാമിന്. അത് ഒന്നാമത്തെ അനുഭവം. 2ാമത്തെ അനുഭവം എനിക്ക് പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ വർഷം നീറ്റിന് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് അച്ഛൻ ഡെയിലി ബ്രെഡിൽ എപ്പോഴും പറയുമായിരുന്നു, അതായത് നമുക്ക് വചനങ്ങളിലൂടെ നമ്മളോട് ദൈവം സംസാരിക്കുമെന്ന്. അപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാവുന്നൊരു വചനമാണ് സങ്കീർത്തനം 57:2. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അപ്പോൾ എനിക്ക് എക്സാമിന് എഴുതി റിസൾട്ട് വന്നപ്പോഴും 57:2 എന്ന ഫിഗറിനോട് അനുബന്ധിച്ചുള്ളൊരു റിസൾട്ടാണ് കിട്ടിയത്, 57,101. അങ്ങനെ ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ എനിക്ക് സാധിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് സെൻറ്റ് ജോൺസിൽ അഡ്മിഷൻ കിട്ടി, സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോഴും അഡ്മിഷൻ പ്രൊസീജിയറിലും മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം എനിക്ക് സാധിച്ചു. അതായത് ശനിയാഴ്ചയായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്, കഴിഞ്ഞ ശനിയാഴ്ച. അപ്പം ശനിയാഴ്ച പോയപ്പോൾ നമ്മൾ ഒന്നാമത്തെ തന്നെ കേരളത്തിൽ നിന്ന് അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ മമ്മിക്ക് ബാങ്കിൽ ജോലി ഉള്ളതുകൊണ്ട് ലീവ് അധികം പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ ശനിയാഴ്ച തന്നെ എല്ലാം അഡ്മിഷൻ പ്രൊസീജിയേഴ്സും കഴിഞ്ഞിട്ട് നമുക്ക് നാട്ടിലോട്ട് തിരിച്ചു വരണം. ഞങ്ങൾ ശനിയാഴ്ച ബാംഗ്ലൂരിലോട്ട് ചെന്നപ്പോൾ അവിടെ ശനിയാഴ്ച 2 മണി വരെ കോളേജിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സിലുള്ള ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ലൈനിൽ നിന്നു, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ലൈനിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിലും ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഒരു ഫയൽ തരും, അതിൽ ഡീനിൻ്റെയും ഡയറക്ടറിൻ്റെയും അസിസ്റ്റൻറ്റ് ഡയറക്ടർമാരുടെയും ഒപ്പ് നമ്മൾ എടുക്കണം. നമ്മൾ അവിടെ പോയി അവരെ കണ്ട് ചെറിയൊരു ഇൻ്റർവ്യൂ നടത്തി നമ്മൾ ഒപ്പെടുക്കണം. അതിന് വലിയൊരു ക്യൂ ഉണ്ട്. അപ്പം എങ്ങനെയാണ് ഇത് അവസാനിപ്പിച്ച് 2 മണിക്കുള്ളിൽ അവസാനിപ്പിച്ച് വരാം എന്നുള്ളത് ഭയങ്കര വലിയൊരു ടാസ്ക് ആയിരുന്നു.
അത് എങ്ങനെയാണെന്നറിയില്ല. ദേവമാതാവ് കൂടെ നിന്ന് എല്ലാം നടത്തി തന്ന് നമുക്ക് മറ്റുള്ളവരെക്കാളും സ്പീഡിൽ 1 മണിക്കുള്ളിൽ തന്നെ നമുക്ക് തിരിച്ചു വരാൻ സാധിച്ചു. അത് വലിയൊരു അനുഭവമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. 2 പ്രാവശ്യം കൃപാസനം ജപമാല റാലിയിൽ പങ്കെടുക്കാനായിട്ട് കർത്താവ് എനിക്ക് അനുവദിച്ചു. ഈ ക്യാൻസർ ട്രീറ്റ്മെൻ്റ് ഇടയിലും ജപമാല റാലിയിൽ കഴിഞ്ഞ വർഷം പ്രത്യേകം ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ ആളുകൾക്ക് ഉണ്ടാവുകയും അവിടെയൊക്കെ ആളുകളെ കൺട്രോൾ ചെയ്യേണ്ട സ്വയം ഞാനൊരു വളണ്ടിയറായിട്ട് മാറുകയും ചെയ്തു. അവിടെ ആ സമയത്ത് അവിടെ ശ്വാസം കിട്ടാതെ കുറച്ച് പേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുകയും ഞാൻ എന്നെ തിരിഞ്ഞു നിന്ന് അവരോട് നിങ്ങൾ നിൽക്ക് എന്ന് പറഞ്ഞ് ആളുകളെയൊക്കെ കൺട്രോൾ ചെയ്യാനും അങ്ങനെ ഒരു വലിയൊരു അനുഭവം 2 ജപമാല റാലിയിലും എനിക്ക് കൂടെ വരാനും ഞങ്ങളുടെ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വരെ കൂടെ വരാനും എനിക്ക് ആ സമയത്ത് ആളുകളെ കർത്താവ് ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 ജപമാല റാലിയിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റി. എനിക്ക് ഇവന് മൂത്തായ ഒരു മോനും കൂടിയുണ്ട്. 2 മക്കളുടെയും ഫോട്ടോ ഞാൻ വെച്ചിട്ട് അവൻ ജോലി ചെയ്യാണ്. അവരുടെ ഫോട്ടോയിൽ ഇവന് ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ അവരുടെ ഫോട്ടോയിൽ എന്നും ഉടമ്പടി തൈലം ഞാൻ കുരിശ് വരച്ചിട്ട് പ്രാർത്ഥിക്കും. അതിൻ്റെ ഒരു വലിയ സംരക്ഷണം എൻ്റെ മക്കൾക്ക് പരിശുദ്ധ അമ്മ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ദിവസം കഴിഞ്ഞ വർഷം തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് ഞാൻ ഹസ്ബൻഡ് സ്കൂട്ടറിൽ വരുമ്പോൾ വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയും ടയർ പൊട്ടി ഞങ്ങൾ വീണു. പക്ഷേ ഞങ്ങൾക്ക് 2 പേർക്കും ഒന്നും സംഭവിച്ചില്ല. ഞാൻ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാൽ നെഞ്ചടിച്ചാണ് വീഴുന്നത്. പക്ഷേ എനിക്ക് ഒരു പോറൽ പോലും ഒന്നും ഏറ്റില്ല. പരിശുദ്ധ അമ്മ എന്നെ അവിടെ കാത്ത് പരിപാലിച്ചു. അതുപോലെ തന്നെ ഇവൻ്റെ അഡ്മിഷന് വേണ്ടി പോയപ്പോഴും കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ ഒല്ലൂർ ഏഞ്ചൽസ് കൃപാസനം എന്ന ഒരു കൂട്ടായ്മ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ആദ്യം കുറച്ച് പേരായിട്ട് തുടങ്ങിയതാണ്. പിന്നീട് അത് വളരെ വലിയൊരു കൂട്ടായ്മയായി മാറുകയും ഞങ്ങൾ എല്ലാ മാസവും ജീവകാരുണ്യ പ്രവർത്തികൾ ഒരുമിച്ച് ചെയ്യുകയും അതുപോലെ തന്നെ അഖണ്ഡ ജപമാല എല്ലാ വീടുകളിലും മാറി മാറി ഓരോ വീടുകളിലും ഒരു മാസം ഒരു വീട്ടിൽ, അടുത്ത മാസം അടുത്ത വീട്ടിൽ, അങ്ങനെ അഖണ്ഡ ജപമാല സംഘടിപ്പിക്കുകയും വളരെയേറെ കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾക്ക് അതുവഴി ചെയ്യാനും പറ്റുന്നുണ്ട്. പേഴ്സണലായിട്ട് ബാംഗ്ലൂർ പോവും എന്ന് ഇന്നലത്തെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയുന്ന പോലെ മഴ പെയ്യുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് നമ്മൾ കുട പിടിച്ചു. അതുപോലെ ബാംഗ്ലൂർ പോവും, ഇവന് അഡ്മിഷൻ ബാംഗ്ലൂർ കിട്ടുമെന്ന് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി പുതുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പറയുകയും ഞാൻ ഇംഗ്ലീഷ് പത്രം മേടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ബാംഗ്ലൂർ അഡ്മിഷന് പോകുമ്പോൾ അവിടെ ഇംഗ്ലീഷ് പത്രം കൊടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ട്. അതുപോലെ തന്നെ എനിക്കത് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇംഗ്ലീഷ് പത്രം വിതരണം ചെയ്യാൻ പറ്റി. അത് ആദ്യമായിട്ടാണ് ഞാൻ അന്യഭാഷാ പത്രം വിതരണം ചെയ്യുന്നത്. മിക്കവാറും ഞാൻ KSRTC ബസ്സുകളിൽ, വിദൂര ബസ്സുകളിൽ, KSRTC തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലെ ബസ്സുകളിൽ കയറിയിട്ടാണ് പത്രം കൊടുക്കാറുള്ളത്. ഞാൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ബാങ്കിൽ എൻ്റെ മുന്നിലേക്ക് വരുന്ന എല്ലാവരോടും അവരെ വിഷമങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ കൃപാസനത്തെക്കുറിച്ച് പറയാനും ജാതി മതഭേദമന്യേ കൃപാസനത്തിൻ്റെ ഒരു വക്താവായി പറയാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം ഞങ്ങളുടെ കുടുംബത്തോടു കൂടെ എന്നും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.